ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ചോദ്യങ്ങളൊന്ന് ഇപ്പോൾ ഇതാണ്. 2026 ഫിഫ ലോകകപ്പോടെ ഇതിഹാസ താരം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമോ? കാൽപന്ത് കളിയിലെ മാന്ത്രികൻ, 8 തവണ ബാലൻ ഡിയോർ ജേതാവ്, 2022 ഖത്തർ ലോകകപ്പിൽ അർജന്റീനയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച നായകൻ. ഫുട്ബോൾ ആരാധകർക്ക് ലയണൽ മെസ്സി എന്നത് വെറുമൊരു പേരല്ല, അതൊരു വികാരമാണ്. 2026 ഫിഫ ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരേയൊരു ചോദ്യം ഇതാണ്: ഇത് മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പായിരിക്കുമോ? 2026 ശേഷം അദ്ദേഹം നീലയും വെള്ളയും കലർന്ന ആ ഐതിഹാസിക ജേഴ്സി അഴിച്ചുവെക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ വളരെ വ്യക്തം ഒരു മറുപടി നൽകിയിരിക്കുകയാണ് അർജന്റീനയുടെ മുഖ്യ പരിശീലകനായ ലയണൽ സ്കലോനി. ഡയറിയോ ഒലെ എന്ന പ്രമുഖ സ്പോർട്സ് മാധ്യമത്തിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സ്കലോനി മെസ്സിയുടെ ഭാവിയെക്കുറിച്ച് തുറന്നു സംസാരിച്ചത്. ആരാധകരുടെ ആശങ്കകൾ വിരാമമിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മെസ്സിക്ക് എത്ര കാലം കളിക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും കാലം അവൻ കളിക്കും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 2026 ലോകകപ്പോടെ മെസ്സി വിരമിക്കുമെന്ന് സ്കലോനി കരുതുന്നില്ല. നിലവിൽ 38 വയസ്സായിട്ടും ഫുട്ബോളിനോട് മെസ്സിയുടെ അടങ്ങാത്ത ആവേശമാണ് സ്കലോനി എടുത്തു പറയുന്നത്. ലോകത്തിൽ നേടാൻ കഴിയുന്ന എല്ലാ കിരീടങ്ങളും റെക്കോർഡുകളും മെസ്സി സ്വന്തമാക്കി കഴിഞ്ഞു. ഒരു ക്ലബ്ബ് തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും അദ്ദേഹത്തിന് ഇനി ഒന്നും തെളിയിക്കാൻ ബാക്കിയില്ല. ഖത്തറിലെ ആ ലോകകപ്പ് നേട്ടത്തോടെ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കിരീടവും അദ്ദേഹം സ്വന്തമാക്കി. എങ്കിലും വീണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഇന്നും അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി നിലനിർത്തുന്നത്. ഇത് മെസ്സിയുടെ കരിയറിലെ 6ാമത്തെ ലോകകപ്പ് പങ്കാളിത്തമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ലോക ചാമ്പ്യൻ എന്ന പദവിയോടെ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇത്തവണ കളത്തിലിറങ്ങുന്നത്. സ്കലോനി കൂട്ടിച്ചേർത്തു: അവൻ എപ്പോഴും മികച്ചവനെ തുടരുന്നതിന് കാരണം അവൻ എപ്പോഴും കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നു. അതവൻ മൈതാനത്ത് കാണിച്ചു തരികയും ചെയ്യുന്നു. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ തൻ്റെ 38ാം വയസ്സിൽ ഇത്രയധികം ആഗ്രഹത്തോടെയും സമർപ്പണത്തോടെയും കളിക്കുന്ന മറ്റൊരു താരം വിരളമാണ്. ഇനി നമുക്ക് ടൂർണമെൻറ്റിലെ നിലവിലെ കാര്യങ്ങളിലേക്ക് വരാം. അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പ് ക്യാമ്പിൽ അർജന്റീനയുടെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ മെസ്സി ടീമിനൊപ്പം പരിശീലനം നടത്തുന്നില്ല എന്ന് ചില ആരാധകരെങ്കിലും ആശങ്കപ്പെടുത്തിയിരുന്നു. ഇന്റർ മിയാമിയുടെ ക്യാപ്റ്റൻ കൂടിയ മെസ്സിക്ക് മെയ് 24 മുതൽ ഇടത് കാലിലെ ഹാംസ്ട്രിംഗ് പേശികൾക്കേറ്റ പരിക്കിന്റെ വിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ കാൻസസ് സിറ്റിയിലെ ബേസ് ക്യാമ്പിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് തന്റെ പരിശീലനം നടത്തുന്നത്. എന്നാൽ ആരാധകർ ഭയപ്പെടേണ്ട കാര്യമില്ല. ESPN റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ 16 അൾജീരിയക്കെതിരെ നടക്കുന്ന അർജന്റീനയുടെ ആദ്യ ലോകകപ്പ് മത്സരത്തിന് മുമ്പ് തന്നെ മെസ്സി പൂർണ്ണ ആരോഗ്യവാനായി ടീമിലേക്ക് തിരിച്ചെത്തും. തുടർന്ന് ഓസ്ട്രിയ, ജോർദൻ എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയുടെ ബാക്കി മത്സരങ്ങൾ. 38 വയസ്സുള്ള ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടീമുകളും മത്സരങ്ങളുമുള്ള ഈ വലിയ ടൂർണമെന്റിൽ ആരോഗ്യവും ഫിറ്റ്നസും നിലനിർത്തുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. മെസ്സിയുടെ വർക്ക് ലോഡ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന ചോദ്യത്തിന് സ്കലോനി കൃത്യമായ മറുപടിയുണ്ട്. പരിശീലകൻ എന്ന നിലയിൽ താൻ ഒരിക്കലും മെസ്സിയുടെ മേൽ കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പരസ്പര ബഹുമാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും അദ്ദേഹവുമായി ചർച്ച ചെയ്ത ശേഷമാണ് എടുക്കുന്നത്. ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് ഞാൻ എപ്പോഴും ചോദിച്ചറിയാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനത്തിൽ എത്തുകയാണ് പതിവ്. ഇതായിരുന്നു സ്കലോണിയുടെ വാക്കുകൾ. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും മെസ്സി ഗ്രൗണ്ടിൽ നിൽക്കുന്നത് അർജന്റീന ടീമിൽ നൽകിയ ഊർജ്ജവും എതിരാളികൾ ഉണ്ടാക്കുന്ന ഭയവും വളരെ വലുതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ലോകകപ്പോടെ മെസ്സി ബൂട്ടഴിക്കും എന്ന് ഇപ്പോൾ നമ്മൾ ഉറപ്പിച്ച് പറയാനാവില്ല. തൻ്റെ മനസ്സും ശരീരവും അനുവദിക്കുന്ന കാലത്തോളം ഫുട്ബോൾ മൈതാനത്ത് ആ മാന്ത്രിക പ്രകടനം തുടരാൻ തന്നെയാണ് മെസ്സിയുടെ തീരുമാനം. അർജന്റീനയുടെ ആരാധകർക്കും ലോകമെമ്പാടുള്ള ഫുട്ബോൾ പ്രേമികൾക്കും ഇതിലും വലിയൊരു സന്തോഷ വാർത്ത കേൾക്കാനില്ല.